പ്രൈസ് ദ ലോർഡ്. നാഷണൽ അപ്പോസ്തോലിക് മിനിസ്ട്രിയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം കൊലോസ്യ ലേഖനത്തിൽ നിന്നാണ്. കൊലോസ്യ ലേഖനം 3:14 വാക്യം. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്നത് എല്ലാറ്റിനും മീതെ. അപ്പം വേറെ ചില കാര്യങ്ങൾ ഇതിന് മുൻപായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനേക്കാളൊക്കെ ഉപരിയായി ഇതാണ് പ്രാധാന്യമർഹിക്കുന്നത്. ഏത്? സ്നേഹമാണ് പ്രാധാന്യമർഹിക്കുന്നത് എന്നുള്ളത്. അപ്പം അതിൻ്റെ മുൻപിലത്തെ വാക്യങ്ങൾ നോക്കാം. 3:12 പറയുന്നത്, അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി. അതുകൊണ്ട് അപ്പം പല കാര്യങ്ങളിങ്ങനെ കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഇനി എന്താണ് പറഞ്ഞത്? പല കാര്യങ്ങൾ പറഞ്ഞത്. ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് സഭയിലായിരിക്കേണ്ടത്, കർത്താവിനെ അറിയുന്നതും സ്നേഹിക്കുന്നതുമൊക്കെ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ വ്രതന്മാരാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരാണ്, ദൈവത്തിൻ്റെ പ്രിയന്മാരുമാണ്. അതുകൊണ്ട് മനസ്സലിവ്, അതായത് അന്യോന്യം ഒരു മനസ്സലിവ് വേണം, ദയ വേണം. അന്യോന്യം നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ വളരെ താഴ്മയോടെ, നമ്മളെ തന്നെ വളരെയധികം പ്രൗഢിയിൽ വെക്കാതെ വിനയത്തോടുകൂടെ മറ്റുള്ളവരോട് ഇടപെടണം. സൗമ്യത വേണം. അതുപോലെ തന്നെ മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ താമസിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷം ചെയ്യുകയോ ചെയ്താൽ ദീർഘക്ഷമ വേണം. ആ ദീർഘക്ഷമയോടുകൂടെ അന്യോന്യം പൊറുക്കണമെന്ന് വെച്ചാൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അത് ക്ഷമിക്കണമെന്നാണ് അർത്ഥം. നമ്മളും ക്ഷമിക്കണം, നമുക്ക് ക്ഷമ കിട്ടുകയും വേണം. ഈ രണ്ട് കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അന്യോന്യം പൊറുക്കണം. പിന്നെ ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കണം. അപ്പോൾ ഈ വഴക്കൊക്കെ ഉണ്ടാകും. കാരണം അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകും ജീവിതത്തിൽ. പല വിധത്തിലാണ് ചിന്തിക്കുന്നത്. എങ്കിലും പറയുന്നത് എന്താണ്? ഒരുപക്ഷെ വഴക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ വഴക്കുണ്ടായാൽ തന്നെ ആ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. തമ്മിൽ ക്ഷമിക്കണം. കാരണം അഭിപ്രായ വ്യത്യാസമാകാം. ആ വ്യക്തിയുടെ ഇഷ്ടമനുസരിച്ചായിരിക്കും ആ വ്യക്തി സംസാരിച്ചത്. അപ്പം നമ്മളും അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ക്ഷമിക്കണം. നമുക്കിഷ്ടമില്ലാത്തത് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം. അതിനോടൊരു കണ്ടീഷനും പറയുന്നുണ്ട്. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. അപ്പോൾ നമ്മൾ ക്ഷമിക്കാൻ ബാധ്യസ്ഥരാ. കാരണം നമ്മുടെ അനേകമായ കുറ്റങ്ങൾ കർത്താവ് ക്ഷമിച്ചു തന്നു. നാം പാപക്ഷമ പ്രാപിച്ചവരാണ്. നാം എപ്പോൾ തെറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ കർത്താവിൻ്റെ ക്രൂശിലേക്ക് അടുത്ത് ചെന്ന് നമുക്ക് പാപക്ഷമ ലഭിക്കുന്നു. അതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ നമുക്ക് പാപക്ഷമ ലഭിച്ചുവെങ്കിൽ അതേ കാര്യം തന്നെ, അതേ ക്ഷമയോടുകൂടെ തന്നെ നാം മറ്റുള്ളവരോടും ക്ഷമിക്കണം. അപ്പോൾ അതൊരു നിയമമാണ്. അല്ലെങ്കിൽ ആ നമ്മുടെ ഇടപെടലുകളിലുള്ള ഒരു അത്യാവശ്യ കാര്യമാണ്. നമ്മുടെ ബന്ധം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ഒരു കടമയും അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മോട് ക്ഷമിച്ചു, അപ്പം നാം ക്ഷമിക്കണം. ഇനി അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. അതായത് അന്യോന്യം സ്നേഹിക്കണം. ഈ സ്നേഹം എല്ലാ വികാരങ്ങളെക്കാളും എല്ലാറ്റിനേക്കാളും ഏറ്റവും നന്മയുള്ള ഒരു കാര്യമാണ് സ്നേഹമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ സ്നേഹത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 13 പറയുന്നത്, സ്നേഹമില്ല എങ്കിൽ ഞാൻ ഒന്നുമല്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും നമ്മൾ എത്ര ദയ കാണിച്ചു എന്ന് പറഞ്ഞാലും അത് സ്നേഹത്തിലൂടെ അല്ലെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു പ്രയോജനവുമില്ല. കാരണം ദൈവം സ്നേഹമാണ്. ദൈവം നമ്മോട് സ്നേഹം പ്രകടിപ്പിച്ചതാണ്.
നമുക്ക് വേണ്ടി, അതായത് പുത്രനെ തന്നത്, പിതാവ് പുത്രനെ നമുക്ക് തന്നത് നമ്മോടുള്ള സ്നേഹം നിമിത്തമാണ്. അപ്പോൾ ഈ സ്നേഹത്തിൽ വസിക്കണം. ഈ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ബന്ധം. ഇപ്പോൾ റോമാലേഖനത്തിലാണെങ്കിൽ പറയുന്നുണ്ട്, 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സ്നേഹിക്കുന്നതല്ലാതെ ഒന്നും അന്യോന്യം കടംപെട്ടിരിക്കരുതെന്ന്. അതെന്താ അതിൻ്റെ അർത്ഥം? ഒന്നും കടംപെട്ടിരിക്കരുത്. അല്ലാതെ ഞാൻ എന്തെങ്കിലും തന്നു, നീ എന്നെ സ്നേഹിച്ചു, അല്ലെങ്കിൽ നീ എനിക്ക് എന്തെങ്കിലും തരുന്നതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നുള്ള കടപ്പാടല്ല. വാസ്തവമായിട്ടുള്ള സ്നേഹമായിരിക്കണം. അപ്പം വാസ്തവമായിട്ടുള്ള സ്നേഹമായിരിക്കുമ്പോൾ കൊടുക്കൽ വാങ്ങലുകളൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ ആ കൊടുക്കൽ വാങ്ങലുകൾക്ക് വേണ്ടിയുള്ളതായിരിക്കരുത് സ്നേഹം. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമുക്ക് മറ്റുള്ളവരോട് തോന്നുന്ന ദൈവികമായ ഒരു വികാരമാണ് സ്നേഹമെന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്നേഹത്തിലല്ലാതെ ഒന്നും നമുക്കൊരു സന്തോഷവും ലഭിക്കുകയില്ല. ലോകത്തിലേറ്റവും അധികം മനസ്സമാധാനവും സന്തോഷവും തൃപ്തിയും തരുന്ന ഒരു ബന്ധമാണ് സ്നേഹബന്ധമെന്ന് പറയുന്നത്. കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിപ്പാനായിട്ട് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കയാൽ സ്തോത്രം. ആ സ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്കും പകരുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നീ തന്ന വലിയ സ്നേഹത്തിനായി സ്തോത്രം കർത്താവെ. ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.